എസ്രാ അധ്യായം 2. തിരിച്ചെത്തിയ പ്രവാസികൾ. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബ്ബാബേൽ, യെശുവ, നെഹമിയ, സെറായിയ, റെലായ, മൊർദെഖായി, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹൂം, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിൻ്റെ കണക്ക്. പാറോഷിൻ്റെ പുത്രന്മാർ 2172. ഷെഫാത്തിയായുടെ പുത്രന്മാർ 372. ആരായുടെ പുത്രന്മാർ 775. പഹത്ത് മോവാബിൻ്റെ, അതായത് യെശുവയുടെയും യോവാബിൻ്റെയും പുത്രന്മാർ 2812. ഏലാമിൻ്റെ പുത്രന്മാർ 1254. സാത്തുവിൻ്റെ പുത്രന്മാർ 945. സക്കായിയുടെ പുത്രന്മാർ 760. ബാനിയുടെ പുത്രന്മാർ 642. ബേബായിയുടെ പുത്രന്മാർ 623. അസ്ഗാദിൻ്റെ പുത്രന്മാർ 1222. അദോനിക്കാമിൻ്റെ പുത്രന്മാർ 666. ബിഗ്വായിയുടെ പുത്രന്മാർ 2056. അദീനിൻ്റെ പുത്രന്മാർ 454. അത്തേറിൻ്റെ, അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98. ബേസായിയുടെ പുത്രന്മാർ 323. യോറായുടെ പുത്രന്മാർ 112. ഹാഷൂമിൻ്റെ പുത്രന്മാർ 223. ഗിബ്ബാറിൻ്റെ പുത്രന്മാർ 95. ബേത്ലഹേമിലെ ആളുകൾ 123. നെത്തോഫായിലെ ആളുകൾ 56. അനാത്തോത്തിലെ ആളുകൾ 128. അസ്മാവെത്തിലെ ആളുകൾ 42. കിര്യാഥാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743. റാമായിലെയും ഗേബായിലെയും ആളുകൾ 621. മിക്മാസിലെ ആളുകൾ 122. ബഥേലിലെയും ആയിയിലെയും ആളുകൾ 223. നെബോയിലെ ആളുകൾ 52. മഗ്ബീഷിലെ ആളുകൾ 156. മറ്റേ ഏലാമിലെ ആളുകൾ 1284. ഹാരിമിലെ ആളുകൾ 320. ലോദ്, ഹാദിദ്, ഓന എന്നിവിടങ്ങളിലെ ആളുകൾ 725. ജെറീക്കോയിലെ ആളുകൾ 345. സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ. യെശുവയുടെ കുടുംബത്തിലെ യദായായുടെ പുത്രന്മാർ 973. ഇമ്മറിൻ്റെ പുത്രന്മാർ 1052. പശൂറിൻ്റെ പുത്രന്മാർ 1247. ഹാരിമിൻ്റെ പുത്രന്മാർ 1017. ലേവ്യർ. ഹോദാവിയായുടെ പുത്രന്മാരായ യെശുവയുടെയും കദ്മിയേലിൻ്റെയും പുത്രന്മാർ 74. ഗായകർ. ആസാഫിൻ്റെ പുത്രന്മാർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ. ശല്ലൂം, അതേർ, തൽമോൻ, അക്കൂബ്, ഹതിത, ശോബായി എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ. സിഹ, ഹസൂഫ, തബോവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷംലായി, ഹനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നെക്കോദ, ഗാസാം, ഉസ, പസേയ, ബസായി, അസ്ന, മെയൂനീം, നെഫീസിം, ബക്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബസ്ലൂത്ത്, മെഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമൻ്റെ ഭൃത്യന്മാരുടെ മക്കൾ. സോതായി, ഹസോഫെറേത്ത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കേറത്ത്, ഹസേബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമൻ്റെ ഭൃത്യന്മാരും കൂടെയാകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബമേതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കിറൂബ്, അദ്ദാൻ, ഇമർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ. ഹബായ, ഹക്കോസ്, ബർസില്ലായി എന്നിവരുടെ പുത്രന്മാർ. ഗിലെയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായി കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതൻ ഉണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിലാകെ
40,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമേയാണിത്. അവർക്ക് 200 ഗായികാഗായകന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിൻ്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റ് ഇസ്രായേല്യരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു.